ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണത്തിന്റെ ഭാഗ 50 വായിക്കാനുള്ളത്. പുണ്യാത്മാക്കളുടെയും പാപികളുടെയും യമലോക യാത്ര, അതിനെക്കുറിച്ചാണ് വായിക്കാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. ശിവഭഗവാന്റെ മഹത്വം, അതായത് മഹാദേവന്റെ മഹത്വം. ദേവന്മാരുടെ എല്ലാം ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളിലും സംഹാരത്തില്, അതായത് നമുക്ക് ലോകത്തിൽ മംഗളം അരുളുന്നതിന് വേണ്ടിയിട്ടും സംഹാരമൂർത്തിയായിട്ടും വർത്തിക്കുന്നതും ശിവഭഗവാനാണ്. അപ്പൊ ഈ ത്രിമൂർത്തികൾക്കും അവരുടേതായ പ്രാധാന്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ മാറി നിന്നാൽ പോലും നമ്മുടെ പ്രപഞ്ചത്തില് വളരെയധികം കഷ്ടതകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഇതും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും, അതായത് ഈ 3 കാര്യങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ്. അപ്പൊ ചിലർ വിഷ്ണു ഭക്തരാണെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കില്ല. അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാ. കാരണം ശിവഭഗവാനാണ് നമ്മളെ സംരക്ഷിക്കുന്നതും നമുക്ക് പ്രൊട്ടക്ഷൻ, അതായത് എന്തെങ്കിലും ഒരുപാട് ദുഷ്ടശക്തികൾ ഉണ്ടാവുന്ന സമയത്ത് അവരെ എല്ലാം എതിർത്ത് നിൽക്കാനുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ശക്തിയാണ് മഹാദേവൻ. ആ മഹാദേവന്റെ അവതാരത്തിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയാണ് വിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണനും. എന്തെന്ന് വെച്ചാല് ആ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ആ നരസിംഹമൂർത്തിയായിട്ട് വരണമെങ്കിൽ ആ പവർഫുൾനെസ് കൊടുത്തിരിക്കുന്നത് അത് ശിവന്റെ ആ സംഹാരം ഇതിൽ നിന്നാണ്. അപ്പൊ മനസ്സിലാക്കുക, ഈ ശിവഭഗവാനായാലും വിഷ്ണു ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ഓരോരുത്തർക്കും ഓരോരോ പർപ്പസ് ആണ്, ഓരോരോ ജോലി, ഓരോരുത്തരുടെയും ജോബ് വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളു. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തര് മഹാദേവരെ പ്രാർത്ഥിക്കുന്നില്ല എന്നിരിക്കട്ടെ, അവർക്ക് ഏതെങ്കിലും ഗുരുക്കന്മാരുടെ ആരുടെയെങ്കിലും ഒക്കെ അടിമയായി തീരേണ്ടി വരും, അടിമയായി മാറേണ്ടി വരും, അല്ലെങ്കിൽ അവരെ അടിമയാക്കി എടുത്തു കളയും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് മഹാദേവനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. എങ്ങും പോയി പെടാതിരിക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറയുന്ന മഹാദേവനും, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറയുന്ന നാരായണനും, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശ്രീകൃഷ്ണനും ദേവിമാരും എല്ലാവരും ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ശക്തിക്ക് തന്നെ കോട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ ആ സംഹാര ശക്തി നമുക്ക് ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത് ഒരാൾ വരുമ്പോൾ നമുക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള കഴിവ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ അവരുടെ അടിമയാക്കി മാറ്റും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചില എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അത് പറയുന്നില്ല. ഇപ്പൊ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അവര് പറയും, നിങ്ങൾ ശ്രീകൃഷ്ണനെ മാത്രം ഭജിച്ചാൽ മതി, ശ്രീകൃഷ്ണനെ മാത്രം ഭജിച്ചാൽ മതി, മഹാദേവന്റെ ക്ഷേത്രത്തിലേ നിങ്ങൾ പോവരുത്, മഹാദേവന്റെ അടുത്തേ നിങ്ങൾ പോവരുത്, മഹാദേവന്റെ അടുത്ത് നിങ്ങൾ പോവരുത്, നിങ്ങൾ ഇവിടെ മാത്രം വരിക, ശ്രീകൃഷ്ണനെ മാത്രം ഭജിക്കുക എന്നവര് പറയും. പക്ഷെ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളെ അവരുടെ അടിമയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവരെക്കാട്ടിലും താഴെ തട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട്, അവരുടെക്കാട്ടിലും താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സേവക ആ ഒരു ലൈനിൽ നിങ്ങളെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവര് നിങ്ങളുടെ ആ ശക്തിയെല്ലാം ഇല്ലാതാക്കിയിട്ട് നിങ്ങളെ ഒരു അടിമയാക്കി, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സേവകനാക്കി അവരുടെ കീഴിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് മഹാദേവ ക്ഷേത്രത്തിൽ പോവരുതെന്ന്. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ഭഗവാന്റെ മനസ്സിൽ എപ്പോഴും ഓം നമ ശിവായ, 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 ഈ മന്ത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തിരിച്ചു മഹാദേവൻ എപ്പോഴും പറയുന്ന രാമനാമമാണ് ഭഗവാന്റെ മനസ്സിൽ എപ്പോഴും ഉരുക്കഴിച്ചുകൊണ്ടിരിക്കണം. ഭഗവാൻ എപ്പോഴും പറയുന്ന രാമ 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 രാമ. അങ്ങനെ മഹാദേവൻ എപ്പോഴും പറയുന്ന രാമ ഭഗവാനെ. അപ്പം
രണ്ടു പേർക്ക്, അതായത് മഹാദേവനായാലും ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീരാമന്റെ ഭക്തിയുടെ ഉള്ളിൽ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ തിരിച്ചും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും മഹാദേവന്റെയും ആ ഭക്തിയുണ്ട്, മഹാദേവനെയും ആവശ്യമാണ്. മനസ്സിലായോ? അപ്പം മഹാദേവൻ ഇല്ലാതെ ശ്രീകൃഷ്ണനും ഇല്ല, ശ്രീകൃഷ്ണൻ ഇല്ലാതെ മഹാദേവനും ഇല്ല. മനസ്സിലായോ? രാധയില്ലാതെ കൃഷ്ണനും ഇല്ല, കൃഷ്ണനില്ലാതെ രാധയും ഇല്ല, ലക്ഷ്മി ഇല്ലാതെ നാരായണനും ഇല്ല, നാരായണൻ ഇല്ലാതെ ലക്ഷ്മിയും ഇല്ല. മനസ്സിലായോ? അപ്പം അത് മനസ്സിലാക്കാന്നുള്ളതാണ്. നമ്മൾ മഹാദേവനെ അല്ലെങ്കിൽ ഉമാമഹേശ്വരന്മാരെ നമ്മൾ എപ്പോ വേണ്ടെന്ന് വെക്കുന്നോ, എന്നിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് മാത്രം നമ്മൾ പോകുന്നുണ്ടോ, ആ നിമിഷം മുതൽ നമ്മൾ മറ്റൊരു ഗുരുവിന്റെ മറ്റാരെങ്കിലും അടിമയായിട്ടായിരിക്കും നമ്മൾ മാറുന്നത്. അപ്പൊ അത് അനുവദനീയമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ ഒരു ഇത് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മഹാദേവ ക്ഷേത്രത്തിലും പോകണം, ഉമാദേവിനെയും മഹാദേവനെയും പ്രാർത്ഥിക്കണം. അവരിലൂടെ മാത്രമേ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലോകത്ത് പോയിട്ട് നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ അടിമയായിട്ട് അല്ലെങ്കിൽ സേവകനായിട്ടൊക്കെ നമുക്ക് കഴിയേണ്ടി വരും. മനസ്സിലായി? ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവകനാവുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമുക്കറിയില്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ സേവകൻ അല്ലെങ്കിൽ സേവകയായിട്ടായിരിക്കുമോ നമുക്ക് കിട്ടുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് മഹാദേവനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. മഹാദേവൻ ഇല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ യാതൊരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത് പരമായിട്ടുള്ള സത്യമാണ്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് നിങ്ങൾ പോയി എന്ന് വെച്ചിട്ട് മഹാദേവനെ ഉപേക്ഷിക്കാതിരിക്കുക. മനസ്സിലായോ? പലരും പലതും പറഞ്ഞു തരും, പല രീതിയിലും പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് മുന്നേ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് വന്ന ഒരു മാതാജി എന്നാണ് ഞങ്ങൾ അവിടെ പറയുന്നത്. അപ്പൊ അവര് ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ശ്രീകൃഷ്ണനെ മാത്രം എടുത്ത് വെച്ചു. അന്ന് തൊട്ട് അവരുടെ വിഘ്നം അവിടെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഭഗവാന്റെ അതായത് പിന്നെ ഗണപതി ഭഗവാന്റെ അമ്മാവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മനസ്സിലായോ? അപ്പം അനന്തരവനെയാണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. അപ്പൊ ഇതെല്ലാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ശുദ്ധ മനസ്സുള്ളവരെയും ഒരുപാട് പാവങ്ങളായിട്ട് താഴേക്കിടയിൽ നിൽക്കുന്നവരെയും അത്രയും ശുദ്ധ മനസ്സുള്ളവരെയാണ് മറ്റുള്ളവർക്ക് പലർക്കും പറ്റിക്കാൻ എളുപ്പം. ചില ഗുരുക്കന്മാർക്കായാലും മറ്റുള്ള ചിലർക്കായാലും ഈ താഴേക്കിടയിൽ, അതായത് ഒരുപാട് മനസ്സിൽ ശുദ്ധതയുള്ളവർക്ക് അവരെയാണ് എളുപ്പത്തിൽ എന്താ ചെയ്യുക, ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായി? അപ്പൊ ഭഗവാന് സേവകൾ ചെയ്യരുതെന്ന് പറയുന്നില്ല. ഭഗവാന് സേവ ചെയ്തോളൂ, ശ്രീകൃഷ്ണ ഭക്തരായിക്കൊള്ളൂ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയിക്കൊള്ളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ ശ്രീകൃഷ്ണൻ ഭക്തിയിലോട്ട് വന്നെന്ന് കരുതിയിട്ട് മഹാദേവനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ മഹാദേവനെ തള്ളിപ്പറയാനോ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോവാതിരിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. മനസ്സിലായില്ല? അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ പരാജയമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് പോലും ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഭഗവാന് തന്നെ ആവശ്യമാണ്. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാണ്. ഇപ്പൊ മഹാദേവന്റെ സഹായിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായിയാണ് മഹാദേവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തള്ളിക്കളയാതിരിക്കും. ഇപ്പൊ വൈഷ്ണവ ഭക്തിയിലോട്ട് പോയാലും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക, ഇപ്പൊ ശിവഭക്തിയിലോട്ട് പോയാലും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവരും വേണം. മനസ്സിലായോ? നമുക്ക് എല്ലാവരും വേണം. കാരണം നമുക്ക് അറിയില്ല എന്താണ് ശരി ഏതാണ് തെറ്റ്. പലരും നമ്മളെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് പല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ പല കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കും, അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് ഭക്തിയിലോട്ട്, ദേവി ഭക്തിയിലോട്ട് പോയാലും നമ്മൾ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് പോയാലും ശിവഭക്തിയിലോട്ട് പോയാലും ഏത് ഭക്തിയിലോട്ട് പോയാലും നമ്മൾ മറ്റുള്ള ദൈവങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെയും നമ്മൾ കൂടി പരിഗണിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർ നമ്മൾ തള്ളിക്കളയാൻ, നമ്മുടെ മനസ്സിലൊരു വിദ്വേഷ ഭാവം ഉണർത്താൻ പാടില്ല. ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരു വിദ്വേഷ ഭാവം തന്നെ ഉണർന്നു വരും. ശ്രീകൃഷ്ണനാണ് ഏറ്റവും വലുത്, മഹാദേവനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി മഹാദേവന്റെ ക്ഷേത്രത്തിലൊന്നും പോകണ്ട, മഹാദേവൻ ആരാണ്, ശ്രീകൃഷ്ണൻ പറയുന്നതല്ലേ മഹാദേവൻ കേൾക്കുന്നത്, പിന്നെ എന്തിനാണ് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്, അങ്ങനെയുള്ളൊരു ചിന്ത അവര് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തോട്ട്. ഇങ്ങനെ ഒരു തോട്ട് എന്ന് പറയുന്നത് അവരുടെ വൃത്തികെട്ട തോട്ടാണ്. മനസ്സിലായോ? ഈ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്രീകൃഷ്ണൻ പോലും അവരുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. ആ ഒരു തോട്ട് അവർക്ക് എപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ ആ നിമിഷം തൊട്ട് ഭഗവാൻ പോലും അവരെ കൈവെടിയുന്നതായിരിക്കും. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ മഹാദേവന്റെ ഏറ്റവും വലിയ പരമമായിട്ടുള്ള ഭക്തനാണ്.
അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാത്തിലും ഉന്നതം എന്ന് പറയുന്നത് മഹാദേവനും ഉന്നതമാണ്, അതുപോലെ തന്നെ പ്രാധാന്യം വിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണനും ഉണ്ട്. അപ്പൊ എല്ലാം ഉന്നതം തന്നെയാണ്. ഈ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ മഹാദേവനിൽ നിന്ന് തന്നെ, ആ പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പം മഹാദേവനും ശ്രീകൃഷ്ണനും തുല്യമായിട്ടുള്ള ഒരു ശക്തിയാണുള്ളത്. പിന്നെ കുറച്ചുകൂടി സ്വാത്വിക ഗുണം കൂടുതൽ വരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളടുത്ത് കാല് പിടിക്കുന്നത് പോലെ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിദ്വേഷ ഭാവം ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു തോട്ട് ഉണ്ടായിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത്രയും നാള് നിങ്ങൾ മഹാദേവനെയും ദേവിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സിൽ ആ നെഗറ്റീവ് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ശ്രീകൃഷ്ണ ഭക്തനായി എന്ന് കരുതിയിട്ട് മഹാദേവൻ കോപിക്കുകയോ അല്ലെങ്കിൽ മഹാദേവ ഭക്തനായി എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കോപിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോ ഇവരെ രണ്ടുപേരെ ഒരുപോലെ കണ്ടാലും ഭഗവാൻ കോപിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ മഹാദേവനിലൂടെയും നിങ്ങൾക്ക് പോവാം. കാരണം മഹാദേവൻ എന്ന് പറയുന്നത് പരമഗുരുവും കൂടിയാണ്. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾ ഗണപതി ഭഗവാനെ ഒന്നും എടുത്ത് അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല, ലക്ഷ്മി ദേവീനെ ഒന്നും എടുത്ത് മാറ്റിയിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായ? എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് വിദ്വേഷം തോന്നുന്നത് നിങ്ങളോട് ചതി ചെയ്ത ചില മനുഷ്യരോടായിരിക്കാം. അങ്ങനെ നിങ്ങൾ വിദ്വേഷം തോന്നുമെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരോട് മാത്രം നിങ്ങൾ വിദ്വേഷം കാണിക്കുക, അല്ലാതെ ഭഗവാനോടോ ഭഗവതിയോടോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അല്ലാതെ ഭക്തരോടോ ഒന്നും ആയിരിക്കരുത്. മനസ്സിലായോ? ഞാൻ പറയുന്നതിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ കഴിയില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ സഞ്ചാരം എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കോപം ഉണ്ടാവുന്ന കോപം കുറച്ച് നിയന്ത്രിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഏത് ദൈവത്തിന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും പരിശുദ്ധമായിട്ടുള്ള നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടി പ്രാർത്ഥിക്കാതിരിക്കുക. മനസ്സിലായോ? ഞാൻ വലിയ വൈഷ്ണവനാണ്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് ദൈവങ്ങളും, ഞാൻ പൂജിക്കുന്ന ആളിനെക്കാട്ടിലും കാലിന്റെ കീഴിലാണ് മറ്റുള്ളവർ എന്നുള്ള ആ ഒരു മനോഭാവം നിങ്ങൾ മാറ്റിവെക്കുക. ഇപ്പോ അതുപോലെ തന്നെ എനിക്ക് ശൈവത്തിൽ വരുമ്പോഴും പറയാനുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് ഏറ്റവും വലുത്, ഇന്ന ആള് അതല്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇവർക്ക് ഇപ്പൊ രണ്ട് ദൈവങ്ങൾക്കും ഉള്ളത് രണ്ട് തരത്തിലുള്ള പർപ്പസ് മാത്രമാണ്. അതായത് ശിവഭഗവാൻ മഹാദേവനാണെന്നുണ്ടെങ്കിൽ ദേവന്മാരുടെ ദേവനാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദേവനാണ് മഹാദേവൻ. മഹാദേവന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് മംഗളം അരുളുക, അതുപോലെ നമുക്ക് മംഗളം അരുളുക, പിന്നെ അവസാനം ഇതാവുന്ന സമയത്ത് സംഹരിക്കാന്നുള്ള ആ ഒരു ഇതാണ് ഭഗവാന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാരായണന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ഥിതിയാണ്. നമുക്ക് ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോവുക. സ്നേഹം നമുക്ക് പ്രദാനം ചെയ്യുക, എല്ലാവരും പരസ്പരം സ്നേഹിച്ച് കഴിയാൻ വേണ്ടി പറയാന്നുള്ളത്. അപ്പൊ ഈ രണ്ടുപേർക്ക് രണ്ട് പർപ്പസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായി? അപ്പം ആ ടോട്ടലായിട്ടുള്ള ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആ ഭഗവാനിൽ അതിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ വന്നതിന് ശേഷം ഇത് ഓരോ പർപ്പസായിട്ട് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിനി അടുത്ത ശിവപുരാണത്തിന്റെ ഭാഗം 50 വായിക്കാൻ പോകുന്നത്. പുണ്യാത്മാക്കളുടെയും പാപികളുടെയും യമലോക യാത്ര എന്നുള്ള ഭാഗമാണ്. അത് ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ഹരഹര മഹാദേവ. 4 തരം പാപങ്ങളുമായി യമലോകത്തേക്ക് പോകേണ്ടി വരുന്ന മനുഷ്യന്റെ ഗതി അത്യധികം ഭയാനകവും ദയനീയവുമാണ്. സകല ജീവികൾക്കും വിവശരായി അവിടേക്ക് പോകേണ്ടി വരുന്നു. യമലോകത്ത് പോകാതിരിക്കാൻ ഒരു ജീവിക്കും കഴിയുകയില്ല. കർത്താവ് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലം നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും. സത്കർമ്മങ്ങൾ ചെയ്യുന്നവരും സഹൃദയരും ദയാശീലരുമായിട്ടുള്ളവർ സൗമ്യ മാർഗത്തിലൂടെ അകത്തേക്ക് പോകുന്നു. പാപകർമ്മനിരതരും ദാനം ചെയ്യാത്തവരുമായ പാപികൾ ഭയാനകവും ഘോരവുമായ തെക്കേ മാർഗത്തിലൂടെ യമലോകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു.
മനുഷ്യലോകത്ത് നിന്ന് 86,000 യോജന ദൂരത്താണ് പലതരത്തിലുള്ള യമലോകം സ്ഥിതി ചെയ്യുന്നതെന്ന് ധരിക്കണം. പുണ്യകർമ്മങ്ങൾ ജീവിതചര്യയായി സ്വീകരിച്ചിട്ടുള്ള സ്വാത്വികർക്ക് യമലോകം സമീപമുള്ളതായിട്ടാണ് തോന്നുക. എന്നാൽ ദുഷ്കർമ്മ നിരതരായിട്ടുള്ളവർക്ക് അത് വളരെയധികം ദൂരെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് തോന്നുക. പാപികൾക്കായി യമലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള മാർഗം അനേകം കൂർത്ത മുള്ളുകളോട് കൂടിയതാണ്. ചിലയിടത്ത് മൂർച്ചയേറിയ വാളിന്റെ വായ്ത്തലയ്ക്ക് സമാനമായ കല്ലുകളാണുള്ളത്. മാർഗമധ്യേ ദുർഗന്ധപൂരിതമായ അഗാധമായ ചെളിക്കുണ്ടുകളുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾക്ക് അനുസൃതമായി അവിടുത്തെ കാഠിന്യങ്ങൾക്കും ഗുരുലഘത്വമുണ്ട്. യമലോക യാത്രയ്ക്കിടയിൽ ഇരുമ്പ് സൂചിക്ക് തുല്യം മൂർച്ചയേറിയ ദർഭപുല്ലുകളും തഴച്ചു വളരുന്നുമുണ്ട്. ഒരിക്കലും ദാനം ചെയ്യാത്ത പാപികളാണ് ഇത്തരം ദുർഘടവും അത്യധികം ഘോരവുമായ ഭയങ്കര മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നിശ്ചയം ചെയ്തിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ദാനരൂപത്തിലുള്ള വഴി ലംഘിച്ച് എടുത്തിട്ടുള്ളവർ യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ യമലോക യാത്ര ചെയ്യുന്നു. എന്നാൽ പാപികൾ ഭീതിതരായി ദുരിതങ്ങൾ അനുഭവിച്ച് പരീക്ഷണിതരായി യമലോകത്തെത്തുമ്പോൾ അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന സൂചന യമരാജാവിന് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ അലംഘനീയമായ കൽപ്പന പ്രകാരം പാപികളെ ദൂതന്മാർ യമരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു. ഭൂമിയിൽ സത്കർമ്മം ചെയ്തവർക്ക് മാത്രം രാജാവ് സ്വാഗതം അരുളി ആസ്വാദനം നൽകി പദ്യവും അർഘ്യവും നിവേദിച്ച് സൽഭാവനയോടെ ആദരിക്കുന്നത് പാപികൾ കാണുന്നു. തുടർന്ന് യമരാജൻ സ്നേഹാദിത്യത്തോടെ പറയുന്നു: ഹേ മഹാത്മാക്കളെ, വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങൾ ദിവ്യ സുഖലബ്ധിക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ആചരിച്ചവരാണ്. അതിനാൽ ദിവ്യനൗകകളുമായി സുഖം അനുഭവിച്ച് ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങളാൽ സമൃദ്ധമായ സ്വർഗലോകത്തേക്ക് പോകുക. അവിടെ പരമമായ സുഖങ്ങൾ അനുഭവിച്ച് ഒടുവിൽ പുണ്യം ക്ഷയിക്കുമ്പോൾ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മടങ്ങി വന്ന് അതിന്റെ ബലം അനുഭവിക്കേണ്ടി വരുന്നതാണ്. ധർമാത്മാവായ മനുഷ്യൻ യമരാജാവായ നമുക്ക് മിത്രതുല്യനാണ്. എന്നാൽ ക്രൂരകർമ്മങ്ങൾ ചെയ്തവർ യമലോകത്തിലെത്തുമ്പോൾ അവർ യമരാജാവിനെ ഭയങ്കരനായിട്ടാണ് കാണുന്നത്. അവരുടെ ദൃഷ്ടികളിൽ യമരാജാവിന്റെ മുഖം അത്യധികം ഭയാനകവും ദ്രംഷ്ടകൾ ഭീതി ജനിപ്പിക്കുന്നവയുമാണ്. നേത്രം വളഞ്ഞ പുരികങ്ങളോട് കൂടിയായി ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തലമുടി മേൽപോട്ട് എഴുന്നേറ്റ് അധരങ്ങൾ മേൽപോട്ട് തടിച്ചു നിൽക്കുന്നതായി തോന്നും. 18 കൈകളുള്ള യമദേവന്റെ രൂപം അത്യന്തം ഭീമത്സമായി തോന്നും. കൈകളിൽ വഹിച്ചിരിക്കുന്ന ആയുധങ്ങൾ തങ്ങളുടെ പാപങ്ങൾക്കുള്ള തക്കതായ കഠിന ശിക്ഷ നൽകാൻ പോന്നവയാണെന്ന് തോന്നും. വളരെ വലിപ്പമുള്ള ഒരു പോത്തിന്റെ പുറത്ത് കയറി ചുവന്ന വസ്ത്രവും ചുവന്ന മാലയും ധരിച്ച് ഉയർന്ന മഹാമേരുവിന് തുല്യമായ അദ്ദേഹം ഉജ്ജ്വലമായി കാണപ്പെടുന്നു. പ്രളയകാലത്തിന്റെ അട്ടഹാസം ദിഗന്ധങ്ങളെ വിറകൊള്ളിച്ചുകൊണ്ടിരിക്കുന്നതായും പർവ്വതരാജിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെയും വായിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ പുറത്തേക്ക് ചാടുന്നത് പോലെയും തോന്നും വിധം അത്യധികം ഭയം ജനിപ്പിക്കുന്നവയുമാണ്. യമരാജന്റെ സമീപത്തായി പ്രളയാഗ്നിക്ക് തുല്യം പ്രഭയുള്ള മൃത്യുദേവത നിലകൊള്ളുന്നതായും കാണാവുന്നതാണ്. കൺമഷിക്ക് തുല്യം കറുത്ത നിറമാർന്ന കാലദേവതയും ഭയങ്കരമായ കൃതാന്ത ദേവതയും അവരെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. കൂടാതെ മാരി, മഹാമാരി, ഭയങ്കരിയായ കാളരാത്രി, വിവിധ രോഗങ്ങൾ ചൊരിയുന്ന കരിം ദേവത, കയ്യിൽ വേൽ, ശൂലം, തോട്ടി, പാശം, ചക്രം, വാൾ തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചു നിലകൊള്ളുന്നു. വജ്രതുല്യ മുഖമുള്ള രുദ്രഗണങ്ങൾ ശുരം, ആവനാഴി, വില്ലിവ ധരിച്ച് അവിടെ ഹാജരായിട്ടുണ്ട്. അവരെല്ലാം മഹാവീരന്മാരും മഹാപരാക്രമികളുമാണ്. ഇവരെ കൂടാതെ അസംഖ്യം കറുത്തു തടിച്ച യമദൂതന്മാരും നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിവാരങ്ങളോടെ യമരാജാവും ചിത്രഗുപ്തനും നിൽക്കുന്നതായിട്ടാണ് പാപികൾക്ക് തോന്നുന്നത്. അപ്പൊ പാപികൾക്ക് വളരെയധികം കഠിനമായിരിക്കും യമലോക യാത്ര എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ വായിച്ചത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാദേവനെ പ്രാർത്ഥിച്ചില്ലെന്നുണ്ടെങ്കിൽ, മഹാദേവന്റെ ഭക്തി നമുക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ കൃഷ്ണാംശം ആയാൽ പോലും ചിലപ്പോൾ നമുക്ക് മഹാദേവാംശമായാലും കൃഷ്ണാംശമായാലും ആരായാലും ചിലപ്പോൾ നമുക്ക് ചിലരുടെ അടിമയായിട്ട് അല്ലെങ്കിൽ ചിലരുടെ സേവകരായിട്ട് നമുക്ക് മാറേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് അവരുടെ കാൽക്കീഴിൽ പോയി നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭഗവാനും മഹാദേവനാണ്. മഹാദേവനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം ശ്രീകൃഷ്ണന്റെ മനസ്സിൽ എപ്പോഴും മഹാദേവന്റെ ഓം നമഃ ശിവായ മന്ത്രമാണ്. ചിലപ്പോൾ ശ്രീകൃഷ്ണനെ പോലും പിടിച്ച് അവരുടെ സേവകനാക്കി മാറ്റും, ഏതെങ്കിലും ഗുരുക്കന്മാരുടെ ആരെങ്കിലും. മനസ്സിലായോ? ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കുന്നത്. നമുക്ക് അറിയില്ല ആരാ ശരി ആരാ തെറ്റ്, എന്താണ് ശരി എന്താ തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് നമുക്ക് പോവേണ്ട വഴി, ഇതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ അറിയില്ല. മനസ്സിലായി? ഭൂമിയിൽ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും
എല്ലാവരും ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിലും ശരി തന്നെ, ശിവഭക്തരാണെങ്കിലും ശരി തന്നെ ശ്രീകൃഷ്ണനെയും പ്രാർത്ഥിക്കുക. അതുപോലെ ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഉമാമഹേശ്വരന്മാരെ, മഹാദേവനെയും പ്രാർത്ഥിക്കുക കേട്ടോ. അത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. എത്ര പേർക്ക് ഇത് എത്തിക്കാൻ കഴിയുമോ അത്രയും പേരിൽ ഇത് എത്തിക്കുക കേട്ടോ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി നമുക്ക് ഭാഗം 51 യമലോക മാർഗത്തിൽ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദാനങ്ങൾ. അപ്പൊ യമലോക മാർഗത്തിൽ നമുക്ക് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ദാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വായിക്കാം. ഈ ലോകത്തിൽ ശ്രേഷ്ഠകർമ്മനിരതരും പരിശുദ്ധ മാനസരും ദയാലുക്കളും പാപികൾക്ക് ഭയങ്കരമെന്ന് തോന്നിക്കുന്ന യമലോക മാർഗത്തിൽ സുഖമായി യാത്ര ചെയ്യുന്നു. ശ്രേഷ്ഠരായ ബ്രഹ്മജ്ഞാനികൾ ചെരുപ്പും മെതിയടിയും ദാനം ചെയ്യുന്നവർ അഴകേറിയ അശ്വത്തിന്റെ പുറത്തു കയറി വർദ്ധിച്ച ആനന്ദാതിരകത്തോടെ യമലോക യാത്ര ചെയ്യുന്നു. എന്നാൽ സാത്വികർക്ക് കൂടെയാണ് ഒരാൾ ദാനം ചെയ്യുന്നതെങ്കിൽ മരണശേഷം അയാൾ കുടയും പിടിച്ച് സുഖദായകമായ കുളിർക്കാറ്റുമേറ്റ് യമലോക യാത്ര ചെയ്യുന്നു. പല്ലക്ക് ദാനം ചെയ്യുന്നവർ പല്ലക്കിലേറി യമാലയത്തിലേക്ക് പോകുന്നു. ഉദ്യാനം ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുന്നവരും തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവരും വഴിയരികുകളിൽ മറ്റ് വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവരും വെയിലേൽക്കാതെ സന്തോഷത്തോടെ യമലോക യാത്ര ചെയ്യുന്നു. പൂജാവിധിയിൽ പ്രസ്താവിക്കുന്ന തരത്തിലുള്ള പൂജാപുഷ്പ സസ്യങ്ങൾ ജലവും ചേർത്ത് സംരക്ഷിക്കുന്നവൻ പുഷ്പക വിമാനത്തിൽ കയറി യാത്ര ചെയ്യാൻ ഇടവരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നവൻ ആ വഴിയിൽ ക്ഷേത്രത്തിൽ വിഹരിക്കുന്നു. ആശ്രമം നിർമ്മിക്കുന്നവനും അനാഥമന്ദിരം നിർമ്മിക്കുന്നവനും ഉത്തമമായ സൽഗതി ഉണ്ടാകുന്നു. ദേവന്മാർ, അഗ്നി, ഗുരു, ബ്രാഹ്മണൻ, മാതാപിതാക്കൾ ഇവരെ പൂജിക്കുന്നവർ സ്വയം പൂജിതരായി അവരുടെ ഇഷ്ടപ്രകാരം സുഖമായി യമലോക യാത്ര ചെയ്യുന്നു. വിളക്ക്, ദീപം, പൂജാദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നവർ സകല ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സൗഖ്യമായി യാത്ര ചെയ്യുന്നു. ഗൃഹം ദാനം ചെയ്യുന്നതിലൂടെ ദാതാവ് രോഗവും ശോകവും ഇല്ലാത്തവനായി സസുഖം യാത്ര ചെയ്യുന്നു. ഓടക്കുഴൽ ദാനം ചെയ്യുന്നവൻ മധുര സംഗീതം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഗോദാനം ചെയ്യുന്നവൻ സകല ആഗ്രഹങ്ങളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇടവരുന്നു. അങ്ങനെ സഞ്ചരിക്കവേ അവൻ മറ്റുള്ളവർക്കായി നൽകിയിട്ടുള്ള അന്നദാനങ്ങൾ വേണ്ടുവോളം അനുഭവിക്കാൻ അവസരമുണ്ടാകുന്നു. സാത്വികന്മാർക്കും ഭക്തന്മാർക്കും പാദം കഴുകുവാൻ ജലം കൊടുത്തവൻ സുന്ദരമായ തടാകത്തിനരികിലൂടെ കടന്നു പോകും. മതിവരുവോളം ജലം പാനം ചെയ്ത് സംതൃപ്തി അടഞ്ഞ ശേഷം സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുവാൻ അവന് കഴിയുന്നു. പാദ്യം, കുറിക്കൂട്ട്, നിലവിളക്ക്, അന്നം, ഭൂമി ഇവ ദാനം ചെയ്യുന്നവന്റെ അടുത്തേക്ക് യമരാജൻ പോകാറില്ല. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ കാലൻ അവരുടെ ജീവൻ എടുക്കുകയുള്ളൂ. സ്വർണവും രത്നവും ദാനം ചെയ്യുന്നതിനാൽ മനുഷ്യൻ കടക്കാൻ വയ്യാത്ത സങ്കടങ്ങളെയും സ്ഥാനങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. വെള്ളി, വണ്ടിക്കാള, പുഷ്പമാല ഇവ ദാനം ചെയ്യുന്നവർ യാതൊരു പ്രയാസവും അനുഭവിക്കാതെ യമലോകത്തേക്ക് യാത്ര ചെയ്യുന്നു. അവർ സ്വർഗത്തിൽ പരമമായ സുഖം അനുഭവിക്കുന്നു. എല്ലാ ദാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനങ്ങളായി പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നത് അന്നദാനമാണ്. എന്തെന്നാൽ അന്നദാനത്തിലൂടെ ഉടനെ ആനന്ദം പ്രദാനം ചെയ്യപ്പെടുന്നു. അന്നം സ്വീകരിച്ച് കഴിക്കുന്ന വ്യക്തിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവുകയും ബുദ്ധിയും ശക്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് അന്നദാനം പുണ്യമായ കർമ്മമായി പ്രകീർത്തിക്കപ്പെടുന്നത്. കൂടാതെ അന്നത്തിൽ നിന്നാണ് ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. അന്നമില്ലാതായാൽ മരണം നിശ്ചയവുമാണ്. അതുകൊണ്ട് തന്നെ അന്നദാനം ചെയ്യുന്ന വ്യക്തിക്ക് അതിമഹത്തായ പുണ്യം ലഭിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അന്നത്തിനാലാണ് സകലതും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഭൂമി ദാനം ചെയ്യുന്നതും ശ്രേഷ്ഠമായ ദാനമാണ്. അന്നദാനത്തിലൂടെ ലഭിക്കുന്ന പുണ്യം ഭൂദാനത്തിലൂടെയും ലഭിക്കുന്നു. കാരണം പ്രകൃതിയുടെ വരപ്രസാദമാണ് ഭൂമി ലഭിക്കുന്നവന് ഉണ്ടാകുന്നത്. ശാശ്വതമായ സത്യത്തോട് ഒരുവനെ അടുപ്പിക്കുന്നതാണ് ഭൂദാനം എന്നതിനാൽ ദാതാവ് സകല നരകങ്ങളിൽ നിന്നും മോചിതനായി തീരുകയും അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഭൂദാനം, അന്നദാനം എന്നിവ പോലെ തന്നെ ജലദാനവും ശ്രേഷ്ഠമാണ്. ജീവജാലങ്ങൾക്ക് ആകമാനം മാനസികമായ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന ജലത്തെ ജീവനം എന്നാണ് പ്രകീർത്തിച്ചിരിക്കുന്നത്. അതിനാൽ നിറഞ്ഞ മനസ്സോടെ അത്യാവശ്യ വസ്തുവായി കരുതി കുളം ദാനം ചെയ്യുന്നവൻ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരന്റെ പ്രത്യേക അനുഗ്രഹത്തിന് യോഗ്യനാകുന്നു. ജലാശയ നിർമ്മാണം ഈ ലോകത്തും പരലോകത്തും സന്തോഷപ്രാപ്തി ഉണ്ടാക്കുന്നതാണ്. ഇത് പരമസത്യമാണ്. അതിനാൽ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർ കുളം, കിണർ, തടാകം ഇവ നിർമ്മിച്ച് ജനങ്ങൾക്ക് വേണ്ടി നൽകേണ്ടതാണ്. കിണറ്റിൽ ശുദ്ധജലം ഊറി വരുന്നതോടെ ആ പാപിയായ പുരുഷന്റെ പകുതി പാപം ഇല്ലാതാകുന്നു.
അതുപോലെ സത്കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവന്റെ സകല പാപങ്ങളും നശിക്കുകയും ചെയ്യുന്നു. ആര് കുഴിച്ച ജലാശയത്തിൽ നിന്നാണോ പശുക്കളും ബ്രാഹ്മണരും സജ്ജനങ്ങളും എന്നും വെള്ളം കുടിക്കുന്നത്, അയാൾ സ്വവംശത്തെ മുഴുവനും ഉദ്ധരിക്കുന്നു എന്നാണ് ഭഗവാന്റെ മതം. വേനൽക്കാലത്ത് പോലും സമൃദ്ധമായി ജലമുള്ള കിണറുള്ളവന് ഒരിക്കലും ദാരിദ്ര്യമോ ദുഃഖമോ ഉണ്ടാവുകയില്ല. വർഷകാലത്ത് മാത്രം ജലമുള്ള കുളമുള്ളവന് ദിവസവും അഗ്നിഹോത്രം ചെയ്ത് ഫലം ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞിരിക്കുന്നത്. ശരത്കാലം വരെ ജലമുള്ള തടാകമുള്ളവന് 1000 ഗോദാനത്തിന്റെ ഫലം ലഭിക്കുന്നതാണ്. മഞ്ഞുകാലവും ശിശിരകാലവും വരെ ജലമുള്ള കിണറുള്ളവന് വളരെയധികം സ്വർണ്ണാഭരണങ്ങളോട് കൂടിയ യജ്ഞത്തിന്റെ ഫലം ലഭിക്കുന്നതാണ്. വസന്തകാലവും ഗ്രീഷ്മകാലവും വരെ ജലമുള്ള സരോവരമുള്ളവന് അതിരാത്രത്തിന്റെയും അശ്വമേധത്തിന്റെയും യാഗഫലം ലഭിക്കും. മരുഭൂമിയിലും ദുർഗമ സ്ഥാനങ്ങളിലും വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവന് അയാളുടെ കഴിഞ്ഞു പോയതും വരാനുള്ളതുമായ സകല തലമുറകളിലെയും ജീവന്മാരെ മുക്തരാക്കാൻ കഴിയും വിധത്തിലുള്ള പുണ്യം ലഭിക്കുന്നു. അതിനാൽ ഈശ്വരകൃപ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും വൃക്ഷങ്ങൾ നട്ടു വളർത്തേണ്ടതാണ്. വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവർ പരലോകത്ത് ചെന്നാൽ അക്ഷയലോകത്ത് ആനന്ദാതിരകത്തോടെ ജീവിക്കാനുള്ള അസുലഭ അവസരം ലഭിക്കുന്നു. കുളം നിർമ്മിക്കുന്നവരും വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നവരും യജ്ഞങ്ങൾ നടത്തുന്നവരും സ്വർഗത്തിൽ നിന്നും ഒരിക്കലും അധപ്പതിക്കുകയില്ല. സത്യം എന്നത് തന്നെയാണ് പരബ്രഹ്മം. പരമമായ തപസ്സും ഉത്കൃഷ്ടമായ ശാസ്ത്രജ്ഞാനവും സത്യം തന്നെയാണ്. നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന പുരുഷനിൽ ഉണർന്നിരിക്കുന്നത് സത്യമാണ്. സത്യത്തിലാണ് ഭൂമിയും സാഗരവും നിലനിൽക്കുന്നത്. സകലതുമാണ്. തപസ്, യജ്ഞം, പുണ്യം, ദേവത, ഋഷി, പിതൃപൂജ, ശുദ്ധജ്ഞാനം ഇവയെല്ലാം സത്യത്തിലാണ് അവലംബിതമായിരിക്കുന്നത്. സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുന്നതും സത്യം തന്നെയാണെന്നതിൽ സംശയമേ ഇല്ല. സരസ്വതി ദേവിയും മറ്റ് ദേവിമാരും ദേവന്മാരും മന്ത്രങ്ങളും ബ്രഹ്മചര്യം ഇവയെല്ലാം സത്യത്തെയാണ് ആശ്രയിച്ച് നിലകൊള്ളുന്നത്. ഓംകാരവും സത്യത്തിന്റെ പരമമായ സൂര്യൻ ജ്വലിക്കുന്നതും അഗ്നി തപിപ്പിക്കുന്നതും സത്യതങ്ങളുടെയും സ്നാനവും മേധവും ലക്ഷം യജ്ഞവും ത്രാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ സത്യവും വെച്ചാൽ സത്യത്തെ വെച്ച തട്ടിലായിരിക്കും ഭാരം കൂടുതൽ ഉണ്ടാകുന്നത്. ദേവന്മാർ, ഋഷിമാർ, മനുഷ്യർ, നാഗന്മാർ, രാക്ഷസന്മാർ, ചരാചര ജീവികൾ ഉൾപ്പെടെയുള്ള സകലവും സത്യത്തിൽ മാത്രമാണ് പ്രസന്നരായിരിക്കുന്നത്. സത്യം തന്നെയാണ് പരമധർമ്മം. സത്യത്തെ തന്നെയാണ് പരമാത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ സത്യത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. സത്യമാണ്, ആ ഭഗവാൻ പോലും സത്യമാണ്. അതായത് നമ്മൾ സത്യത്തിന്റെ പാതയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സത്യത്തിന്റെ പാതയിൽ കൂടെ പോകുന്നവരായിരിക്കും ഏറ്റവും വലിയ ഉന്നതരെന്ന് പറയുന്നത്. നമ്മൾ ആർക്കും ഒരു കള്ളവും വഞ്ചനയും ചതിയും ഒന്നും ചെയ്യുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും സ്വത്തുവകകൾ പിടിച്ചു വാങ്ങാൻ നോക്കുന്നില്ല, ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നില്ല. നമ്മൾ ഏത് സത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള കള്ളങ്ങൾ ചെയ്യുന്നില്ല, കള്ളങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കുന്നില്ല, തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നില്ല. അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാതെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ആര് സഞ്ചരിക്കുന്നോ അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അവന്റെ കൂടെ ആയിരിക്കും പരമാത്മാവ് ഭഗവാൻ ഉണ്ടാവും. അപ്പൊ ആ പരമാത്മാവെന്ന് പറയുന്നത് പോലും സത്യമാണ് എന്നാണ് പറയുന്നത്. സത്യപാരായണനായ ഒരുവൻ അത്യന്തം ദുഷ്കരമായ തപസ്സിലൂടെ സ്വർഗം പ്രാപിക്കുന്നു. അപ്പൊ സത്യപാരായണനായിട്ടുള്ള ഒരുവൻ എന്താണ്? അത്യന്തം ദുഷ്കരമായിട്ടുള്ള തപസ്സിലൂടെ സ്വർഗം പ്രാപിക്കുന്നു. അതുപോലെ സത്യധർമ്മങ്ങളിൽ അനുരക്തനായ ഒരു പുരുഷനും സത്യത്തെ ആധാരമാക്കിയാണ് സ്വർഗാനുഭൂതി അനുഭവിക്കുന്നത്. അതിനാൽ സത്യത്തെക്കാൾ വലിയൊരു ധർമ്മം ഇല്ലെന്ന കാര്യം മനുഷ്യരെല്ലാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോ സത്യത്തെ ആധാരമാക്കിയിട്ടാണ് സ്വർഗം പോലും ഒരാൾക്ക് കിട്ടുന്നത്. ആ സ്വർഗാനുഭൂതി പോലും അനുഭവിക്കുന്നത് സത്യത്തെ ആധാരമാക്കി ജീവിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ്. അപ്പൊ വലിയൊരു ധർമ്മം ഇല്ലെന്ന കാര്യം, സത്യത്തെക്കാട്ടിലും വലിയൊരു ധർമ്മം ഇല്ലെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ സത്യം എന്ന് പറയുന്നത് വളരെയധികം ഇല്ലാതായി അല്ലേ. എല്ലാവരും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കള്ളത്തരത്തിലൂടെയും എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, അവരുടെ സ്വാർത്ഥമായിട്ട് തനിക്ക് എന്ത് ഏറ്റവും നല്ലത് വേണം, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥത കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് സത്യത്തിന്റെ വഴിയിലൂടെ പോകുന്നവർക്കായിരിക്കും എപ്പോഴും ഭഗവാന്റെ മുന്നിൽ വിജയം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സത്യരൂപമായ തീർത്ഥം അഗാധവും വിശാലവും പവിത്രവുമായ ജലാശയമാണ്. അതിൽ യോഗയുക്തനായി മനസ്സുകൊണ്ട് സ്നാനം ചെയ്യുന്നത് ഉത്തമമാണ്. സത്യത്തെ പരമപ്രധാനമായിട്ട് മുനീശ്വരന്മാർ വിളംബരം ചെയ്തിട്ടുണ്ട്.
ശ്രീ പരമേശ്വരൻ തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ തന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയോ കള്ളം പറയാതിരിക്കുന്നവനാണ് സ്വർഗഗാമിയായി തീരുന്നത്. അപ്പോൾ ശ്രീ പരമേശ്വരൻ തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ തന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയോ കള്ളം പറയാതിരിക്കുന്നവനാണ് സ്വർഗഗാമിയായി തീരുന്നത്. അപ്പോൾ ആർക്കും വേണ്ടിയിട്ട് എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഒരു കള്ളവും പറയാതെ സത്യം മാത്രം പറയുന്നവനായിരിക്കും ആ സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വേദം, യജ്ഞം, മന്ത്രം തുടങ്ങിയവ ബ്രാഹ്മണനിൽ കുടികൊള്ളുന്നുവെങ്കിലും അയാൾ അസത്യവാദിയാണെങ്കിൽ പാപിയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം വേദവും യജ്ഞവും മന്ത്രവും ഒക്കെ ഒരാള് ബ്രാഹ്മണനിൽ കുടികൊള്ളുന്നുണ്ടെങ്കിലും അസത്യവാദിയാണെന്നുണ്ടെങ്കിൽ അയാള് പാപിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ചിലരുണ്ട്, ചില ഗുരുക്കന്മാരുണ്ടല്ലേ, അവര് ഒരുപാട് പേരെ ആകർഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭക്തിയിലേക്ക് ആകർഷിക്കും. ഇപ്പൊ ശ്രീകൃഷ്ണ ഭക്തിയിലേക്ക് അവരെ ആകർഷിപ്പിക്കും. എന്നിട്ട് ഇവര് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ശ്രീകൃഷ്ണനെ മാത്രമേ ഭജിക്കാവുള്ളൂ. എല്ലാ ഗുരുക്കന്മാരെയും അല്ല ഞാൻ പറയുന്നത്, ചിലർ അങ്ങനെയുള്ളവരുണ്ട്. നിങ്ങൾ ശ്രീകൃഷ്ണനെ മാത്രം ഭജിക്കാവുള്ളൂ, മറ്റുള്ള മഹാദേവനെ ഭജിക്കരുത്, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവരുത്, ദേവി ക്ഷേത്രത്തിൽ പോവരുത്, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവരുത്, നിങ്ങളുടെ മഹാദേവ ക്ഷേത്രത്തിൽ പോകരുത്, നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ട, ആരെയും പ്രാർത്ഥിക്കേണ്ട, ശ്രീകൃഷ്ണനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഈവൻ രാധാറാണിയെ പോലും പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. മറ്റുള്ള ദൈവങ്ങളെല്ലാം വിഗ്രഹങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പറയുന്നവരുണ്ട്. മാറ്റിയിട്ട് അവിടെ കൃഷ്ണനെ മാത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും താഴെ ഈ എന്താ പറയുക, ഈ വ്യക്തി അവരെക്കാളിലും താഴെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർക്ക് സാത്വിക ഗുണം ഒരുപാട്, ഇവരുടെ മനസ്സിൽ സാത്വിക ഗുണം ഒരുപാട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നെങ്കിലും അവരുടെ ഏറ്റവും വലിയ, അതായത് ഈ താഴെ ഇപ്പൊ ഉള്ള ഗുരുക്കന്മാർക്ക് പോലും അത് അറിയില്ല. കാരണം ഇതിന് മുകളിൽ ഇരിക്കുന്ന ഗുരുവുണ്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു ഗുരുവുണ്ട്. ആ ഗുരു ഈ താഴെ ഇരിക്കുന്നവർക്ക് ഇത് പറഞ്ഞിടും. അപ്പൊ ആ ഗുരുവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഗുരു ആയിരിക്കണം ഉയർന്നു നിൽക്കുന്നത്, മറ്റുള്ളവരെല്ലാം തനിക്ക് താഴെ വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പറയുക. അപ്പം മഹാദേവനെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഇല്ലാതാവുന്നത്. നമ്മുടെ എന്താ പറയാ, നമുക്ക് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഗുണങ്ങൾ ഇതാണില്ല. അപ്പം അത് നമ്മൾ ചെയ്ത് അപ്പോൾ ഇത് കേൾക്കും. ഇവർ കേട്ടിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. മനസ്സിലായോ? പക്ഷെ ഇവര് അറിയുന്നില്ല ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഗ്രന്ഥങ്ങളിലോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഗ്രന്ഥങ്ങളിലോ പിന്നെ ഏത് പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാലും ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇത് കള്ളമാണ്. ഈ ഗുരു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അതായത് ഇതിന്റെ ടോപ്പായിട്ടുള്ള ഗുരു പറഞ്ഞിട്ട് മറ്റുള്ള ഉള്ളവരെ അനുസരിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് കള്ളമാണ്. മനസ്സിലായി? പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വരികയാണെങ്കിൽ സാത്വിക ഗുണത്തിലാണ് നിങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് മറ്റുള്ള ദേവീദേവന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതുപോലെ സാത്വികയും രജോ ഗുണവും തമോ ഗുണവും അധികരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നില്ല, അവരെ പ്രാർത്ഥിച്ചോളൂ. അവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ഭക്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ആ രീതിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അത് മൊത്തവും നമ്മൾ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇതിലോട്ട് മാത്രമേ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി? അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അത് ഇതാക്കി കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് മഹാദേവനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനാണ് അവർ പറയുന്നത്. മനസ്സിലായോ? ദേവിയെ മഹാദേവനെയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? അല്ലാതെ നമ്മൾ കറക്റ്റ്, അതായത് കള്ളം പറയാതെ സത്യം പറയുക. സത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വന്നാൽ നിങ്ങൾ മറ്റുള്ള ദേവി ദേവന്മാരെ നമ്മൾ റിജക്റ്റ് ചെയ്യുക, നമ്മളെ പ്രാർത്ഥിക്കുക, ഭഗവാനിലോട്ട് ഭക്തിയിലേക്ക് ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അവരോട്. ഇങ്ങനെ പറയണം. കാരണം നമുക്ക് അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭഗവാൻ പോലും വരുന്നത്. അതായത് മാതാ പിതാ ഗുരു ദൈവം. അപ്പം മാതാപിതാ, നമ്മുടെ അമ്മയും അച്ഛനും ആരാണ്?
മഹാദേവനും പാർവതി ദേവി അല്ലേ. നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനും ആരുടെ സ്ഥാനത്താണ് വരുന്നത്? മഹാദേവനെയും പാർവതി ദേവിയുടെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത് അല്ലേ, വരുന്നത്. അപ്പോൾ ആ അച്ഛനും അമ്മയും ആ ഉമാമഹേശ്വരന് അത്രയും പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാതാപിത, പിന്നെയാണ് ഗുരുവിന് പോലും സ്ഥാനം വരുന്നത്. പിന്നെ ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്, അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിന് അല്ലെങ്കിൽ മഹാദേവന്, പരബ്രഹ്മമായിട്ടുള്ള മഹാദേവന് പ്രാധാന്യം വരുന്നത്. മനസ്സിലായി? അപ്പൊ അത് നിങ്ങളത് മനസ്സിലാക്കാതെ നിങ്ങളെ പല രീതിയിൽ വഴിതെറ്റിക്കാനും നിങ്ങളുടെ പല രീതിയിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനും നിങ്ങളെ പല രീതിയിൽ ഇതാക്കാനും ഉണ്ട്. കാരണം ഇവർക്കറിയില്ല ഇവര് എന്താണ് ഇവരും മുന്നേ പറഞ്ഞ് കേട്ട് ഇവര് വന്നിട്ട് ഇവരത് പറഞ്ഞിട്ട് പിന്നെ അത് മറ്റുള്ളവർ ഇതിന്റെ താഴെ നിൽക്കുന്നവരും വേറെ രീതിയിൽ പറഞ്ഞിട്ട്, മനസ്സിലായി? ഇപ്പം നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരും അങ്ങനെ ഒരു ഇതിൽ പെട്ട് കിടക്കുക. അപ്പം ഇവര് വേറൊരു രീതിയിൽ ഇവർ പറയും ഇതിനെ, മനസ്സിലായി? അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന അവർ പറയുന്ന ഇവർ പറയുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഗുരുക്കന്മാർ പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണം നമ്മുടെ മനസ്സിൽ. നമ്മൾ എന്താണ് ഫോളോ ചെയ്ത് വന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് എന്നിട്ട് സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് പോകണം. മനസ്സിലായി? നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, അത് പറയേണ്ട രീതിക്ക് അത് നന്മയായിട്ട് പറയാം. അല്ലാതെ ഒരാളെ ചവിട്ടി അല്ലെങ്കിൽ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടാവരുത്. മനസ്സിലായി? ഇപ്പം ഇതിലോട്ടാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ മാറ്റി നിർത്തി. ഇപ്പൊ ഭഗവാനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ എന്തുമാത്രം പേരുദോഷങ്ങൾ എന്തുമാത്രം ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നുമല്ല. ഭഗവാൻ സ്ത്രീലമ്പടൻ ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, അതൊക്കെ വെറും പൊട്ടത്തരമാണ്. അങ്ങനെയൊന്നും അല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭഗവാന്റെ ആത്മീയ ശരീരമാണത്. മനസ്സിലായോ? അതിൽ നമ്മൾ ഈ ഭൗതികതയിൽ കാണുന്ന സംഭവങ്ങളല്ല അത്. മനസ്സിലായി? നമ്മൾ കാണുന്ന അത്രയും എന്താ പറയുക, നമ്മളെ ചിന്തിക്കുന്നതിനപ്പുറമാണത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഭൗതികതയായിട്ട് നമ്മൾ കണക്ട് ചെയ്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ നമ്മൾ പറയുന്നത്. അത് ഒരിക്കലും അത് ശരിയല്ല. മനസ്സിലായോ? അങ്ങനെയല്ല. അത് വേറൊരു രീതിയാണ് ഭഗവാന്റെ ലോകത്ത്. അത് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോവാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേവലമായിട്ടുള്ള ഭൗതികതയുമായിട്ട് ഭഗവാന്മാരെ താരതമ്യപ്പെടുത്താതിരിക്കുക. മനസ്സിലായല്ലോ? ശിവഭഗവാനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും കേവലമായിട്ടുള്ള ഭൗതികതയുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സത്യം മനസ്സിലാക്കി ആ സത്യത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ കള്ളം പറയാതിരിക്കുന്നവനാണ് സ്വർഗഗാമിയായി തീരുന്നത്. വേദം, യജ്ഞം, മന്ത്രം തുടങ്ങിയവ ബ്രാഹ്മണനിൽ കുടികൊള്ളുന്നുവെങ്കിലും അയാൾ അസത്യവാദിയാണെങ്കിൽ പാപിയായിട്ടാണ് കരുതപ്പെടുന്നത്. സത്യത്തെ ആധാരമാക്കിക്കൊണ്ട് തപസ് ചെയ്യുമ്പോഴാണ് സുലഭമായ സച്ചിദാനന്ദം അനുഭവിക്കാൻ ഒരു സാധകൻ അർഹനാകുന്നത്. തപസ്സിലൂടെയാണ് പരമമായ സുഖം ലഭിക്കുന്നതെന്ന സത്യം വേദജ്ഞാനികൾക്ക് അറിയാവുന്നതാണ്. വിജ്ഞാനം, ആരോഗ്യം, സൗന്ദര്യം, സൗഭാഗ്യം, ശാശ്വതമായ സുഖം ഇവയെല്ലാം തപസ്സിലൂടെയാണ് മഹാത്മാക്കൾ നേടിയിട്ടുള്ളത്. തപോബലം കൊണ്ടാണ് യാതൊരുവിധ പ്രയാസവും കൂടാതെ വിരിഞ്ചൻ സൃഷ്ടികർമ്മം നടത്തുന്നത്. തപസ്സിന്റെ ഫലമായിട്ടാണ് വൈകുണ്ഠനാഥനായ ശ്രീഹരി ജീവജാലങ്ങളെ പരിപാലിക്കുന്നത്. തപസ്സിന്റെ അപാരമായ ശക്തിവിശേഷത്താലാണ് രുദ്രദേവൻ സംഹാര കർത്തവ്യം നിർവഹിക്കുന്നത്. അതുപോലെ അതിമഹത്തായ തപസ്സിന്റെ അപാര പ്രഭാവം കൊണ്ടാണ് ശേഷൻ ഭൂമണ്ഡലം മുഴുവൻ ധരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരബ്രഹ്മം അഥവാ സത്യത്തിന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഈ പറയുന്ന ദേവി ദേവന്മാരെല്ലാം തന്നെ ആ സത്യം കൊണ്ടാണ്, ആ സത്യത്തിലൂടെയാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സൃഷ്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും സംഹരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ സത്യത്തെ ആധാരമാക്കിക്കൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സത്യത്തിനും ദാനത്തിനും തപസ്സിനും ഒക്കെ അത്രയും മഹത്വമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. അപ്പൊ എനിക്കിതാണ് എല്ലാവരോടും പറയാനുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല രീതിയിൽ പോയിട്ട് പല കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഗുണഗണങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തും. എനിക്ക് തന്നെ ഒരിടത്ത് പോയിട്ട് പിന്നെ എനിക്ക് വേറെയുള്ള ക്ഷേത്രങ്ങൾ എനിക്ക് പോകാൻ കഴിയുന്നില്ല, എൻ്റെ കുടുംബക്ഷേത്രത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഉള്ളവരുടെ ആ ഒരു ഇത് നമുക്ക് ബാധിക്കും. മനസ്സിലായോ? നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും നാരായണൻ എന്ന് പറഞ്ഞാലും ശിവഭഗവാൻ എന്ന് പറഞ്ഞാലും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ്. ഭഗവാൻ എല്ലാത്തിലും കുടികൊള്ളുന്ന ആളാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇതിലോട്ട് പോയിട്ട് നമുക്ക് മറ്റൊരു ഇതിലേക്ക് നമുക്ക് അത് നമ്മളെ റിജക്റ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്ത ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള അവരുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മരണങ്ങൾ വരെ സംഭവിച്ച കുടുംബം എനിക്കറിയാം. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള കുടുംബങ്ങൾ എനിക്കറിയാം. അവരുടെ ലൈഫിൽ തന്നെ പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള, അവരുടെ ലൈഫ് വളരെയധികം കഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരുടെ കാര്യം എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ അത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ലക്ഷ്മിത്വം തന്നെ ഇറങ്ങിപ്പോയിട്ട് അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം എന്താ പറയുക, ഇവരത് മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇവർ ആ ഒരു ഇതിൽ പെട്ടുപോകുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് ഊരി വരാൻ കഴിയില്ല. പിന്നെ അവർ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവരായിപ്പോവും. നിങ്ങൾ എന്താ പറയാ, ഇപ്പം നമുക്ക് വേണം, ഇവർ പറയുന്ന മഹാമായ ദേവി വേണ്ട, പക്ഷെ നമുക്ക് മഹാമായ ദേവിയെ നമുക്ക് വേണം, യോഗമായ ദേവിയെ നമുക്ക് വേണം. മനസ്സിലായോ? ഈ രണ്ട് ദേവിമാരെ നമുക്ക് വേണം. ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ ആയാലും നമുക്ക് വേണം, മഹാദേവനെ ആയാലും നമുക്ക് വേണം, രണ്ടുപേരെയും നമുക്ക് വേണം. കാരണം നാം ഇപ്പോൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ മരണശേഷമായാലും ജീവിച്ചിരിക്കുമ്പോഴായാലും മരണശേഷമായാലും നമുക്ക് എന്തിതാണെങ്കിലും നമ്മൾ ഒന്നിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക, തള്ളിക്കളയാതിരിക്കുക, നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. മനസ്സിലായോ? നമുക്ക് വേണം, നമുക്ക് പ്രാർത്ഥിക്കണം, എല്ലാവരോടും പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സിൽ ഒരിക്കലും ആ ഒരു എന്താ പറയുക, ഒരു വിദ്വേഷ മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ഇത് തോട്ട് കൊണ്ടുവരാം. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് ഈ ദക്ഷൻ്റെയൊക്കെ ആ ഒരു ക്യാരക്ടറായി പോകും നമ്മൾ മനസ്സുകൊണ്ട് ചിലർ. മനസ്സിലായോ? ദക്ഷൻ്റെ ക്യാരക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദക്ഷന് സംഭവിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ എനിക്ക് തിരിച്ചും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും ഏതിതാണെങ്കിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ ശ്രീകൃഷ്ണ ഭഗവാനും പരമശിവനും രണ്ടല്ല ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടല്ല ഒന്നാണ്. ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് പരമശിവൻ ഉണ്ടായിട്ടുള്ളത്, പരമശിവനിൽ നിന്ന് തന്നെയാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ തന്നെ വേറൊരു വേർഷനാണ് പരമശിവൻ. അതായത് സംഹാരമൂർത്തിയായിട്ട് നിൽക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സംഹാരമൂർത്തിയായിട്ട് നിൽക്കുന്നതാണ് പരമശിവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മംഗളം അരുളാൻ വേണ്ടിയിട്ടും നമുക്ക് സംഹാരകനായിട്ട് നിൽക്കുന്നതാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ പരമേശ്വരന് തന്നെ സ്ഥിതികാരകനായിട്ട് നിൽക്കുന്നതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അല്ലെങ്കിൽ നാരായണൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക, അങ്ങനെ ഒരു ഇത് ചിന്തിക്കുകയെ ചെയ്യാതിരിക്കുക. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ട് ഞാൻ മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി, പലരുമായിട്ട് ചർച്ച ചെയ്ത്, പല കാര്യങ്ങളിൽ പല അമ്പലങ്ങളിൽ പോയി അന്വേഷിച്ച്, പല കാര്യങ്ങളിൽ ഞാനിത് അന്വേഷിച്ചു, പല ഗ്രന്ഥങ്ങൾ വായിച്ചു, പല വേദങ്ങൾ വായിച്ചു. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കി. പല കാര്യങ്ങളും ഞാൻ ഓരോ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒന്നിനെ മാറ്റി നിർത്തരുത്. നമുക്ക് എല്ലാവരും വേണം. കാരണം നമ്മൾ ജീവിക്കുന്നത് പോലും ഇപ്പോൾ ഭൂമിയിലാണ്. നമുക്ക് അറിയില്ല ഏതാണ് കറക്റ്റ് ഏതാണ്. നമ്മൾ പല രീതിയിൽ ഈ ഭൂമിയിൽ കലികാലമാണ്. നമുക്ക് പല രീതിയിൽ നമ്മളെ വഴിതിരിച്ച് വിടാൻ പലരും ഉണ്ടാവും. അങ്ങനെ പല ഇതും ഉണ്ടാവും. നമ്മൾ സേവ ചെയ്യുക, അത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ സേവ ചെയ്യുക, ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ എന്താ പറയുക, മറ്റുള്ള നമ്മുടെ കർത്തവ്യങ്ങളുണ്ട്, നമ്മുടെ കടമകളുണ്ട്, നമുക്ക് പല കാര്യങ്ങളുണ്ട്, തള്ളിക്കളയാതിരിക്കുക. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാന്ന്. അത് ശരിയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ നോക്കിക്കൊള്ളൂ എന്ന് പറയാം. അത് സത്യമാണ്. എന്ന് വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്, ധർമ്മങ്ങൾ. പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടില്ല എല്ലാം എന്ന് വെച്ചിട്ട് നമ്മൾ പൂർണ്ണമായെല്ലാം തള്ളിക്കളയണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒറ്റപ്പെടണമെന്ന്, അല്ലെങ്കിൽ എല്ലാം നമ്മൾ തള്ളിക്കളയണം. നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം തള്ളിക്കളയണമെന്ന് ഭഗവാൻ പറഞ്ഞില്ല. സ്നേഹിക്കാൻ മാത്രമേ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. നമുക്ക് രാധാകൃഷ്ണന്മാർ നമുക്ക് പറഞ്ഞു തന്നുള്ളത് സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തെ, അച്ഛനെ അമ്മേനെ കർത്തവ്യങ്ങൾ ചെയ്യുക, അച്ഛനെ അമ്മേനെ സ്നേഹിക്കുക, നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുക, കുഞ്ഞിനെ സ്നേഹിക്കുക, ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് പറഞ്ഞു. നമ്മളെ പൂർണ്ണമായിട്ട് അത് തള്ളിക്കളയാൻ ഒരു ഭഗവാനും പറഞ്ഞു തന്നിട്ടില്ല. മനസ്സിലായോ?
ഈ സർവധർമാൻ പറ്റിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഭൗതികതയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഭഗവാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഇതെല്ലാം തള്ളിക്കളയാൻ ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല. നമ്മളോട് സ്നേഹമുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ എല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? നമുക്കൊന്നും അങ്ങനെ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എന്താ പറയുക, ഒരു സന്യാസി വര്യൻ്റെ പുത്രിയായിട്ടോ പുത്രനായിട്ടോ അല്ലെങ്കിൽ സന്യാസിയായിട്ടോ ഒക്കെ നമ്മൾ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുന്നു. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇതിലല്ല, നമ്മൾ ഭൗതികതയിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് അല്ലേ. അപ്പോൾ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കാണിക്കും. ഇതിലൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെ ആരെയും ഒന്നിനെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഇത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ പലരും പിടിച്ചെടുക്കുന്ന പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല. എന്നോട് ശ്രീ ഹെർമിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഒരു സ്ഥലത്ത് പോയിരുന്നു. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി അവിടെ പോയതിന് ശേഷം പുള്ളിയുടെ പുള്ളിക്ക് ദുരിതം മാത്രമേ ഉള്ളൂ ലൈഫിൽ. പുള്ളിയുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു. പുള്ളിയുടെ വീട്ടിനടുത്തുള്ളവർ കുറച്ച് പേര് മരണപ്പെട്ടു. പല പ്രശ്നങ്ങൾ പുള്ളിക്ക് ഉണ്ടായി. അപ്പം ഇതുപോലെ പല കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് ഇതേപോലെ ഒരിടത്ത് എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഒരു ചേച്ചി തന്നെ ആത്മഹത്യ ചെയ്തു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായി എൻ്റെ ലൈഫിൽ. എനിക്കിവിടെ ഒരു മുഴ പോലെ വന്നായിരുന്നു. മുഴ പോലെ വന്നിട്ട് അത് കീറി ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായി. അപ്പം നമുക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഇതെന്ന് പറയുന്നത് ദേവിയും കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ആശ്രമം ചിലയിടത്ത് നമ്മൾ അവരിലെ ഇതിലോട്ട് കൂടുതൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം വേണം. മനസ്സിലായി? നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം എപ്പോഴും നമ്മൾ വന്ന വഴി നമ്മൾ മറക്കരുത്. നമ്മുടേതായിട്ടുള്ള ആ ഒരു അഭിപ്രായം നമുക്ക് വേണം. നമുക്ക് അറിയില്ല എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ ഇവർ പിടിച്ചെടുക്കുന്നത്. ചിലർ അങ്ങനെയുള്ളവരുണ്ട്. ചിലര് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ശക്തിയുണ്ടോ, നാം ആരുടെ സ്വരൂപമാണോ ആ സ്വരൂപത്തെ ഇവർ വേണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലും പിടിച്ച് സേവകനാക്കുന്നവരാണ് അവര്. അല്ലെങ്കിൽ അവർ പിടിച്ച് അടിമയാക്കുക. ചിലർ അങ്ങനെയുള്ളവരുണ്ട്. നമുക്ക് അറിയില്ല. നമുക്ക് കേട്ടോ അവിടെ ഉള്ളവർക്ക് പോലും അതറിയില്ല. ഇവിടെ അതായത് പണക്കാരൻ, ഞാൻ ഉദ്ദേശിച്ചില്ല, ഇതിന് പണം കൊടുക്കുന്നവൻ, ആ പണക്കാരൻ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടും സാധാരണക്കാർ ഇതൊന്നും അറിയാത്തവർ അവരുടെ ശക്തികൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അങ്ങനെ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ നമ്മുടെ തപസ്, നമ്മുടെ ദാനം, നമ്മുടെ ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഓണായിട്ടുള്ള, അതായത് നമ്മുടെ ഇതാണ്. ഈ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം അവകാശം, നമുക്ക് മാത്രമുള്ള കാര്യമാണ്. മനസ്സിലായി? അത് നമ്മൾ കൊണ്ടുപോയി വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരിടത്ത് പോയി ഡെയിലി നമ്മൾ അന്നദാനം കഴിക്കുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് പോയിട്ട് ആഴ്ച തോറും നമ്മൾ അന്നദാനം കഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുണ്യമാണ് നമ്മൾ ഈ അന്നദാനം നടത്തുന്ന ആൾക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ ക്ഷേത്രങ്ങൾ ഉത്സവ സംബന്ധമായിട്ട് വല്ലപ്പോഴും ഒക്കെ പോയി അന്നദാനം കഴിക്കുന്നത് കുഴപ്പമില്ല. അതെ, എങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ പുണ്യം ചിലപ്പോൾ അവർ പിടിച്ചെടുക്കും. ആർക്കും ആരുടെയും പുണ്യങ്ങളൊന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല. ആർക്കും ആരുടെയും കഴിവുകളും ആർക്കും ആരുടെയും അത്രയും നാളും സമ്പാദിച്ച് അവരുണ്ടാക്കിയ കാര്യങ്ങളും പുണ്യങ്ങളും ഒന്നും ആർക്കും പിടിച്ചെടുക്കാനുള്ള ഒരു അവകാശം ആർക്കും ഇല്ല. ഞാൻ അതുകൊണ്ട് എല്ലാവരോടും പറയാം, നിങ്ങളുടെ പുണ്യങ്ങൾ, നിങ്ങളുടെ നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ നിങ്ങളുടെ മാത്രം അവകാശമാണ്. നിങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ അവകാശം നിങ്ങൾ തന്നെയാണ്. അവരവർ തന്നെയാണ് സ്വയം. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ എത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ആർജിച്ചിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നിലേക്ക് മാത്രം അത് വരിക, എനിക്ക് മാത്രം അത് തരിക ഭഗവാനെ. എന്നിൽ നിന്ന് ആരെങ്കിലും അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തിരിച്ചു തരിക ഭഗവാനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം ഒരു ചതിയിലൂടെ ആർക്കും ആരുടെ ഒന്നും പിടിച്ചെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല, അല്ലേ? ഇപ്പം നമുക്ക് ചതി പ്രയോഗിക്കാം. എങ്ങനെയുള്ളവരോട്? അത്രയും ക്രൂരരായിട്ടുള്ളവരോട് ചിലപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചതി പ്രയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അത് അത്രയും ക്രൂരരായിട്ടുള്ളവരോട് പ്രയോഗിക്കാം. പക്ഷെ സാധാരണ ഭഗവത് ഭക്തരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള സാധുക്കളോട് അത് പ്രയോഗിക്കാൻ ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഭഗവാന് തന്നെ വിചാരിച്ച ഭഗവാനിൽ ഒരു നിഷ്കളങ്ക ഭക്തിയുള്ള സ്നേഹമുള്ളവര് അത് ഇതാക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഇതാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വലിച്ചോണ്ട് എന്താ പറയാ ഇവരുടെ, അതായത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ പണമുള്ള ആള് അയാൾക്ക് ഈ ജന്മത്തിൽ നല്ല ക്യാഷ് ഉണ്ട്. പക്ഷെ പണം ഇല്ലാത്തൊരാള്, അയാൾക്ക് ക്യാഷ് ഇല്ല ഈ ജന്മത്തിൽ, അയാൾക്ക് ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തൊരാളാണ്. പക്ഷെ അയാൾക്ക് ഒരുപാട് പുണ്യമുണ്ട്. മനസ്സിലായ? അപ്പൊ ഈ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആള് ഇയാളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇയാളെ ഹെൽപ്പ് ചെയ്യും മീൻസ് അയാള് ഒരിടത്ത് പോയിട്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ പുണ്യമുള്ള വ്യക്തി അവിടെ വന്ന് ഇത് അതിന്റെ ഇതുണ്ട് എല്ലാ, അതായത് ഞാൻ പറഞ്ഞ വല്ലപ്പോഴും ഉള്ള കാര്യമല്ല. അപ്പൊ ഇയാളുടെ പുണ്യം അയാൾക്ക് പോകും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇയാളുടെ ഇതില്ലാതായിട്ട് അയാൾക്ക് പിന്നെയും ഉയർച്ച ഉണ്ടാവുകയും ഈ വ്യക്തിയുടെ ഇത് ഇല്ല. അപ്പൊ ഇയാളുടെ മനസ്സിൽ കുറെ നെഗറ്റീവ്സും കൂടി കയറ്റി വെക്കുകയാണെങ്കിൽ ഈ വ്യക്തി വീണ്ടും അതപ്പതിക്കും. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക, എല്ലാ കാര്യത്തിലും നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവാൻ. നമ്മൾ മുറുകെ പിടിക്കുക, നമ്മൾ മഹാദേവനെയും പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് നമുക്ക് തന്നെ കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ ശുദ്ധരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്കും പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അധികാരം മറ്റാർക്കും ഭഗവാൻ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചോ ഒരിത് കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായി ഇത് പറഞ്ഞു കൊടുത്ത് ആരെയും അവര് മീൻസ് അവർക്ക് അവരുടെ അടിമയാക്കുക അല്ലെങ്കിൽ അവർക്ക് സേവകമായിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങനെ അത് കൊടിയ തെറ്റാണ്. അങ്ങനെ അവരുടെ ഈ ഉള്ളിലുള്ള ശക്തികളെ പിടിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ കൊടിയ തെറ്റാണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും അതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. അത് എങ്ങനെ ഏതായാലും ശരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ഇത് തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ, ഞാൻ ശ്രീകൃഷ്ണ ഭക്തിയാണ്, ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് മഹാദേവനെയും ദേവിയും അത്ര ഇഷ്ടമാണ്. ഞാൻ 3 പേരെയും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഇതും ഞാനത് അവര് പറഞ്ഞു കേട്ടിട്ട് ഞാൻ തള്ളിക്കളഞ്ഞിട്ടോ ഞാൻ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോവാതെ ഇരിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഇനി പോവുകയും ചെയ്യും. ഞാൻ ദേവിയെയും പ്രാർത്ഥിക്കും, ശിവനെയും പ്രാർത്ഥിക്കും, മഹാദേവനെയും പ്രാർത്ഥിക്കും, ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കും. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവരിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ടോ ഇവരിങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ടോ ഞാനതിൽ നിന്ന് മാറുന്ന ആളല്ല. ഞാൻ അങ്ങനെ എല്ലാം തള്ളിക്കളയുന്ന ആളല്ല. എന്നാൽ ഞാൻ എല്ലാ ദൈവങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈശോയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ശിവഭഗവാനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ദേവിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം വേണം, നമുക്ക് എല്ലാവരും വേണം, എല്ലാ ദൈവങ്ങളും വേണം, നമുക്ക് ഭഗവാനും വേണം. ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇവരെല്ലാം ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ പല രീതിയിൽ ഇതാക്കി നിങ്ങളെ ഇതാക്കാൻ നോക്കും. നിങ്ങൾ അതൊന്നും ചെന്ന് ചാടി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവരും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പറഞ്ഞു തരുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു തരുന്നവരോട് ഞാൻ അങ്ങനെ ഉള്ള അടുത്ത് പോയി നിങ്ങൾ പെടാതിരിക്കുക. അങ്ങനെയുള്ളത് പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബുദ്ധി വേണം, സ്വന്തമായിട്ടൊരു വിവേകം വേണം. മനസ്സിലായോ? സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കാതെ. മനസ്സിലായോ? അപ്പൊ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവാം. നിങ്ങളൊന്നും തള്ളിക്കളയായിരിക്കും. എല്ലാം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. ആ മഹാദേവനുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. അഹങ്കാരം എന്ന് പറയുന്നത് മനസ്സിൽ വരാതിരിക്കുക, അഹങ്കാര ചിന്തകൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും എൻ്റെ മനസ്സിലുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കുറച്ചു നേരമെങ്കിലും ഇത് കേട്ടിട്ട് മനസ്സ് നന്മയാക്കട്ടെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക.
അല്ലാതെ ആരെ ഒന്നും പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എല്ലാം നമുക്ക് വേണം, എല്ലാവരും നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ ജീവിക്കുന്നതും ഭൂമിയിലാണ്. നമുക്ക് ഇനി അറിയില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മളിനി അടുത്ത ജന്മം ഉണ്ടോ നമുക്കറിയില്ല, ജന്മം ഇല്ലേന്ന് നമുക്കറിയില്ല, ആരാണ് നമ്മളെ കൂടെ ഉണ്ടാവുക എന്നറിയില്ല, ഉണ്ടാവാത്ത ആരാണെന്നറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എന്താവുന്നു, നമ്മുടെ മക്കളുടെ കാര്യം എന്താവുന്നു, ഭർത്താവിൻ്റെ കാര്യം എന്താവുന്നു, നമ്മൾ ഏത് ലോകത്ത് പോകുന്നു, നമുക്ക് എന്ത് സംഭവിക്കുമെന്നോ, ഈ നിമിഷം എന്ത് സംഭവിക്കുമെന്നോ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നോ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം ആ ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ. ആ ദേവിക്ക്, ആ ഭഗവാനും ദേവിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്കൊന്നും അറിയില്ല ഭഗവാനെ, നമുക്കൊന്നും അറിയില്ല ദേവിയും ഭഗവാനും തന്നെ നമ്മളെ രക്ഷിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. മഹാദേവനോടും പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണനോടും പ്രാർത്ഥിക്കുക, ദേവിയോടും പ്രാർത്ഥിക്കുക, എല്ലാവരോടും പ്രാർത്ഥിക്കുക. എല്ലാവരും നമുക്ക് വേണം. എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിച്ച് ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയും പ്രാർത്ഥിച്ച് നമുക്ക് ആ മുക്തിക്ക് വേണ്ടിയും അഭയത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോവാം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ, ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ഗുരുവായൂർ കണ്ണൻ, മിസ്റ്റർ സുസൈ, ശരത് കുമാർ, സെൽവിൻ കറുപ്പ്, പാർവതി ഷിജിൻ, സനൽ, സെൽവിൻ, രാജീവ്, ആദിത്യൻ തൃശ്ശൂർക്കാരൻ, സാഗർ സിംഗ്, കുക്കുധന്യ, ഇത്രയും പേരാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്ന് എഴുതിയിട്ട് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള കുറേ ഗുരുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ കുറേ പേരുണ്ട്, നമുക്ക് നല്ല ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ ഒന്നും റിജക്റ്റ് ചെയ്യാനും കഴിയില്ല. അവരോടും നല്ല കാര്യമുണ്ട്, അവിടെയും പോകണം ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ ഏത് ഇതിലാണെങ്കിലും ശരി തന്നെ, നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നമുക്കൊന്നും അറിയില്ല, നമ്മളെ നേർവഴിക്ക് നയിക്കുക, നമുക്ക് മാർഗദർശനം തരിക, നമ്മെ ഏത് വഴിയിലാണ് പോകേണ്ടത് നമുക്ക് നേർവഴിക്ക് നമ്മെ നയിക്കുക എന്നുള്ളൊരു പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ, ഹരേ കൃഷ്ണ. ശംഭോ മഹാദേവ.